ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് കൺസീൽഡ് വരുന്ന കൺസീൽഡ് ഫ്ലഷ് വിത്ത് ക്ലോസറ്റാണ് നമ്മളിന്ന് ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പിക്കുന്നതിന് മുന്നേ അത് ഉറപ്പിക്കുന്നതിന് എന്തെല്ലാം അളവുകളും കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡീറ്റെയിലായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ കൺസീൽ ചെയ്ത ഫ്ലഷ് നമ്മൾ ഭിത്തിയുടെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് ചെയ്യാൻ അല്ലെങ്കിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അളവ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഫിനിഷിംഗ് ലെവലിൽ നിന്ന്, അതായത് ഏറ്റവും ഫ്ലോറിൽ നിന്ന് ഫിനിഷിംഗ് ലെവലിൽ ബോൾട്ട് സെറ്റ് വരുന്നത് നമുക്ക് 14 ഇഞ്ചിലാണ് വരുന്നത്. ഈ കാണുന്നത് 4 ഇഞ്ചിന് വേണ്ടിയിട്ടും തൊട്ട് മുകളിൽ കാണുന്നത് ഫ്ലഷ്, അതായത് കൺസീൽ ചെയ്ത ഫ്ലഷിൽ നിന്ന് 1.25 ഇഞ്ച് പൈപ്പുമാണ് മുകളിൽ കാണുന്നത്. ഈ രണ്ട് പൈപ്പുകളും നമ്മൾ ഉള്ളളവ് കറക്റ്റായിട്ട് ആദ്യമേ തന്നെ മനസ്സിലാക്കണം. എത്ര ഉള്ളിലേക്ക് എന്തോരം പൈപ്പ് കയറുമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ അളവ് നമ്മൾ ആദ്യം മെഷർ ചെയ്തെടുക്കണം. മെഷർ ചെയ്തെടുത്തതിന് ശേഷം കമ്പനി തന്നെ തന്നിരിക്കുന്ന അതിൻ്റെ തന്നെ ചെറിയ 2 പൈപ്പുകളുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഭിത്തിയിലേക്ക് എത്ര ഉള്ളിലേക്ക് കയറുമെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. ഇത് കണ്ട, അതിൻ്റെ ഉള്ളിലൊരു ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിൽ ഇടിച്ച് 4 ഇഞ്ച് പൈപ്പ് ഇടിച്ച് നിൽക്കും. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ 1.25 ഇഞ്ച് പൈപ്പ്, ഒരു വൈറ്റ് പൈപ്പാണ് കൺസീൽ ചെയ്ത് വെള്ളം വരുന്ന പൈപ്പ്, അതും ഇതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇടിച്ച് നിൽക്കും. അപ്പോൾ അതും ആ അളവാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ ഈ കാണുന്ന പീസ് നമുക്ക് കൺസീൽ ചെയ്യുന്ന നമുക്ക് ഫിറ്റിങ്സിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വെള്ള പൈപ്പ്, ഈ 1.25 ഇഞ്ച് പൈപ്പ് നമ്മൾ ആദ്യമേ തന്നെ ഒരു വാഷുണ്ട്. ആ വാഷ് നമ്മൾ ഇട്ടതിന് ശേഷം അതൊരു ചെറിയൊരു മെറ്റീരിയലാണ്. അത് ഞാൻ പറയാൻ ഡീറ്റെയിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാം. അതായത് ഒരു ഗ്ലൂ പോലെ ഇട്ടിരിക്കുന്നതാണ്, അതായത് ലൂബ്രിക്കൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ആദ്യമേ തന്നെ ഉറപ്പിക്കുക. അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. കയറ്റി വച്ചതിന് ശേഷം ഭിത്തിയുടെ ഉള്ളിലേക്ക് കയറുന്ന അളവ് ഞാൻ നേരത്തെ പറഞ്ഞു. ആ അളവാണ് ഈ പറയുന്ന ഇതിൽ ലെവലിൽ നിന്ന്, അതായത് കറക്റ്റ് ക്ലോസറ്റിൻ്റെ എൻഡ് കാണാൻ സാധിക്കും. അവിടെ നമ്മളൊരു ഒരു സ്പിരിറ്റ് ലെവലോ കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ലെങ്ത്താണ് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ ഒരു ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് 4 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഈ മെറ്റീരിയലാണ് ജബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ തരുന്നതാണ്. ഈ മെറ്റീരിയൽ H2O എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ മെറ്റീരിയലും വെള്ളം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലൂബ്രിക്കൻറ്റും അതുപോലെ തന്നെ ലീക്ക് വരാത്ത രീതിയിലുള്ള ടൈറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ആവും. അതാണ് നമ്മളിവിടെ ഈ 2 ഭാഗത്തും 4 ഇഞ്ച് പൈപ്പിനും അത് 1.25 ഇഞ്ച് പൈപ്പിനും കറക്റ്റ് ചെയ്ത് വരുത്തിയിരിക്കും. ഈ 1.25 ഇഞ്ച് പൈപ്പും 4 ഇഞ്ച് പൈപ്പും നമ്മൾ പറഞ്ഞു കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് പൈപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വാഷ് ഇട്ട് ആ വാഷ് തുമ്പത്തുണ്ട്, അത് നേരെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന ഏരിയയ്ക്ക് എത്ര ഭിത്തിയുടെ അകത്തേക്ക് കയറുന്നു അത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത വശമാണ് ഞാൻ കാണിച്ചു തരാൻ. കണ്ടോ, ഇത്രയും ഭാഗം മാത്രമേ ഭിത്തിയുടെ അകത്തേക്ക് ആ പറയുന്ന മെറ്റീരിയൽസിൻ്റെ നമ്മൾ ഫിറ്റിങ്സിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അത് കറക്റ്റ് ചെയ്ത് ആദ്യമേ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഇത് കൊടുത്തിരിക്കുന്ന അലൈൻകി സിസ്റ്റമാണ്. അലൈൻകി സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ക്ലോസറ്റ് ഉറപ്പിക്കുന്നത്. ഞാൻ അലൈൻകി സിസ്റ്റത്തെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ അധികം താല്പര്യമില്ല. കാരണം അലൈൻകി സിസ്റ്റത്തിൽ എങ്ങനെയാണ് സേഫ്റ്റി കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ. ഇതാണ് അതിൻ്റെ അടിവശം വരുന്നത്. അലൈൻകി സിസ്റ്റം നമ്മളിതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അലൈൻകിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോസ് കൊടുത്തേക്കാം. ഇതിന് മുന്നൊരു വീഡിയോ അലൈൻകി സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അലൈൻകി ഇട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബോൾട്ട് ഇട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടിയും ഏറ്റവും കൂടുതൽ. ഒരു 99% സേഫ്റ്റി ബോൾട്ട് ഇട്ട് ചെയ്യുന്നതാണ്. ബോൾട്ട് ഇട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ക്ലോസറ്റിൻ്റെ അകത്ത് താഴെ നിന്ന് നമുക്ക് കൈ കടക്കുമെങ്കിൽ നെറ്റ് ബോൾട്ട് ഇട്ട് സ്പാനറിന് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും 99% സേഫ്റ്റി അത് തന്നെയാണ്. അലൈൻകി സിസ്റ്റത്തേക്കാൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി അത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്ലോസറ്റ് ഉറപ്പിക്കാൻ പോകുന്നത്. ജബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് കൺസീൽ ഫ്രഷ് വെച്ചിരിക്കുന്നത്. ഇത് ജാഗ്വാറിൻ്റെ മെറ്റീരിയലാണ്. ജാഗ്വാറിൻ്റെ ക്ലോസറ്റാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ 2 ബോൾട്ട് സെറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉറപ്പിക്കാവുന്ന ബോൾട്ട് സെറ്റ് കറക്റ്റായിട്ട് കയറ്റി വെച്ചതിന് ശേഷം ഈ ബോൾട്ട് സെറ്റ് നമുക്ക് അകത്ത് ഇതും അതുപോലെ തന്നെ രണ്ടിൻ്റെയും തമ്മിൽ അകലം നമ്മൾ ആദ്യമേ തന്നെ നോക്കാം. ക്ലോസറ്റിൻ്റെ 2 അകലമുണ്ട്. ഏകദേശം വരാറ് ഈ നോർമൽ ടൈപ്പിന് വരാറ് 2 ബോൾട്ട് തമ്മിൽ ഏകദേശം 8 ഇഞ്ച് ഗ്യാപ്പാണ് വരാറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യമേ തന്നെ കൺസീൽ ഫ്ലഷ് നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ക്ലോസറ്റ് കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ബോൾട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ക്ലോസറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കൺസീൽ ഫ്ലക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ക്ലോസറ്റ് ഇനി നിങ്ങൾക്ക് വെക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു അടുത്ത വീഡിയോ ഇതെങ്ങനെ കയറ്റി ഉറപ്പിക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഭിത്തിയിലേക്ക് കയറുന്നതും അത് ഭിത്തിയിലേക്ക് കൊടുക്കുന്ന അതിൻ്റെ അകത്തേക്ക് വരുന്ന ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണി കട്ട് ചെയ്യുന്ന രീതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു ഈ കൂടുതലും വീഡിയോസ് കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ
സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസിനൊരു ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.